കേട്ടതെല്ലാം ശരിയാണ്, ശരി തെറ്റുമാണ് വേണമെങ്കിലും അങ്ങനെ വരാം. സിനിമ സുഹൃത്തുക്കളെ, 1989 ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ആ ഒരു സിനിമ ഇറങ്ങുന്നത്. അന്ന് ഇന്നത്തെ പോലെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ഇങ്ങനൊക്കെ ഒരു വലിയ സൗകര്യം ഉണ്ടാവുമെന്ന് അന്ന് ചിന്തിച്ചിട്ട് പോലില്ല പല ആളുകളും. അതുകൊണ്ട് തന്നെ ആ സിനിമ വീണ്ടും 4K ക്വാളിറ്റിയിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്ന ഈ ഒരു സമയത്ത് അന്നിറങ്ങിയ സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു ട്രെയിലർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അന്നിറങ്ങിയ ആ സിനിമയെക്കുറിച്ച് ഒരു പ്രൊമോഷൻ വീഡിയോ പോലെ ഒരു ഇന്റർവ്യൂ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ പേരിൽ മമ്മൂട്ടിയും ഒപ്പം തന്നെ പ്രിയ സുഹൃത്തും ചേർന്നുള്ള ഒരു സംഭാഷണം പോലെ ഇറക്കിയിട്ടുണ്ട്. ഇന്ന് ആ രണ്ട് വീഡിയോയിലെ കുറച്ച് കാര്യങ്ങൾ, ഒരു വീഡിയോ എന്ന് പറയുന്നത് സിനിമയെ കുറിച്ചിട്ടാണ്, ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ആണ്. ആ രണ്ട് വീഡിയോ പറഞ്ഞുകൊണ്ട്, ആ രണ്ട് വീഡിയോ കാണിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് സംസാരത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. സിനിമയെ കുറിച്ചിട്ടാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കുറിച്ച് ഞാൻ അധികമൊന്നും ഇന്ന് മിണ്ടുന്നില്ല. ഒരു ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ചന്തു ഓൾമോസ്റ്റ് ടുവേർഡ്സ് ക്യാമറ പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടതെല്ലാം ശരിയാണ്, ശരി തെറ്റുമാണ് അങ്ങനെ വരാം. സിനിമയിലും അതെ, ആ സിനിമയെ പറ്റിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അതാകും, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. അതെ, ചന്തുവിന്റെ കഥയെ പറ്റി നിങ്ങൾ കേട്ടതെല്ലാം ശരിയുമാണ് തെറ്റുമാണ്. അതാ ഞാൻ പറഞ്ഞ ഒരു സീൻ പോലും ഇല്ലാതില്ല, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ അത് എങ്ങനെ, ഏത് തരത്തിൽ, ഏത് വീക്ഷണത്തിലാണെന്നുള്ളത് മാത്രമല്ല, അതിന്റെ ഇന്റർപ്രിട്ടേഷനാണ്. സുഹൃത്തുക്കളെ, ഇതിൽ പറയുന്നത് ഒരു വടക്കൻ വീരകഥ എന്ന് പറയുന്ന ആ ഒരു സിനിമയെ കുറിച്ചിട്ടല്ല, ചന്തുവിന്റെയും ചതിയൻ ചന്തുവിന്റെ ഒക്കെ ഒരു കഥയെ കുറിച്ചിട്ടാണ്, ആ ഒരു വടക്കൻ പാട്ടിനെ കുറിച്ചിട്ടാണ്. മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കഥയാണ്. ഒരാൾ പോലും ഈ ഒരു കഥ, ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 90s കിഡ്സ് ഒരാൾ പോലും ഇത്തരം ഒരു കഥ കേൾക്കാതെ പോയിട്ടുണ്ടായിരിക്കില്ല. അറിഞ്ഞോ അറിയാതെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വായനയുടെ ഭാഗമായിട്ടോ ഒരു വടക്കൻ പാട്ടുകളൊക്കെ ഒരുപാട് പേർക്ക് അറിയാം. അതിൽ ചന്തുവിനറിയാം, ചന്തു ചതിച്ച രീതികൾ അറിയാം, എങ്ങനെയാണ് ആരോമലൊക്കെ മരിച്ചതെന്നറിയാം. ഇങ്ങനെ ഒരുപാട് കഥകൾ, ഉണ്ണിയാർച്ചയുടെ കഥകൾ, കുഞ്ഞിറത്ര കഥകളൊക്കെ നമ്മളിങ്ങനെ കേട്ട് പതക്കം വന്ന കഥകളായിരുന്നു. ആ കഥകളിൽ മുഴുവൻ നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു കഥ, അത് ചന്തു ഒരു വലിയ ചതിയനാണ് എന്നുള്ളതാണ്. ചന്തു ഒരു വലിയ മത്സരത്തിനിടയ്ക്ക്, അംഗത്തിനിടയ്ക്ക്, അന്നത്തെ ഏറ്റവും വലിയ ഡിഗ്രി നന്നായിട്ട് വാള് വെട്ടി മറ്റുള്ളവനെ കൊന്നുകളയുക എന്നുള്ളതാണോ. എന്തായാലും അന്നത്തെ ആ ഒരു ഡിഗ്രിയുടെ ഭാഗമായിട്ട് അങ്ങനത്തെ ഒരു അംഗത്തിനിടയ്ക്ക്, ഏതെങ്കിലും രാജാക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള തല്ലുകൂടാൻ പോയിട്ടുള്ള ഒരു അംഗത്തിനിടയ്ക്ക് വാള് പൊട്ടിപ്പോയ സമയത്ത് മാറ്റം ചുരുക്കി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. മാറ്റം ചുരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒപ്പം ഒരു സഹായിയായിട്ട് ചന്തു പോയി എന്നും, പക്ഷേ ചന്തു മറ്റവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് സ്വന്തം സുഹൃത്തിനെ, സ്വന്തം ബന്ധുവിനെ ചതിച്ചു എന്നുള്ളതാണ് കഥ. ഈ കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ കഥ അങ്ങനെ പാടി പതിഞ്ഞതാണ്, നമ്മുടെ മനസ്സിലെല്ലാം പതിഞ്ഞ ഒരു കഥയാണ്. MT എന്ന് പറയുന്ന ആ ഒരു മഹാനായ എഴുത്തുകാരൻ ആ കഥയെ മൊത്തം മാറ്റി തീർക്കുന്നത്. ഈ വടക്കൻ വീരകഥ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം ആ ഒരു സിനിമ കണ്ടവർക്ക് ആർക്കും പിന്നെ ചന്തു എന്ന് പറയുന്ന കഥാപാത്രം ചതിയനല്ലായിരുന്നു. അത് നമുക്ക് ഏറ്റവും രസകരമായിട്ട് മമ്മൂട്ടിൻ്റെ ഇതിൽ പറയുന്നത്, ആ വടക്കൻ വീരകഥയിലത്തെ കഥയിലത്തെ ഒരു സീന് പോലും മാറ്റിയിട്ടില്ല, ഒരു കഥ പോലും മാറ്റി വെച്ചിട്ടില്ല, എല്ലാം അതേപോലെ പറയുന്നുണ്ട്. പക്ഷേ ഈ സിനിമ കഴിഞ്ഞു പോകുമ്പോഴേക്കും നമുക്ക് എല്ലാം അങ്ങനെ തന്നെ പറഞ്ഞു പോയിട്ടും ചന്തു എന്നുള്ള ആ ഒരു കഥാപാത്രം ഈ സിനിമ കഴിയുമ്പോൾ നമുക്കൊരു വീരനായകനായിട്ട് മാറുകയാണ്. ചതിയനല്ലാത്ത ഒരു ചന്തുവായിട്ട് മാറുകയും ഒരു നായകനായിട്ടുള്ള ചന്തുവായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൽ ആ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന ആ സീന് കൂടി ഒന്ന് കണ്ടു നോക്കി നമുക്ക് ബാക്കി കാര്യം. പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാടർ നിങ്ങളുടെ നാട്ടിൽ? ഇതാണ്, നിങ്ങൾ കേട്ടതൊക്കെ ശരിയാണ്, തെറ്റുമാണ്. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ MT വാസുദേവൻ നായർ നമ്മളോട് പറയുന്ന പോലെയാണ്, കാഴ്ചക്കാരോട് പറയുന്ന പോലെയാണ്. നിങ്ങൾ കേട്ടതൊക്കെ ശരിയാണ്, എന്നാൽ അതേസമയം തെറ്റുമാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ കേട്ട ശരികളെന്നും എന്തൊക്കെയാണ് നമ്മൾ കേട്ട തെറ്റുകളെന്നും പറയാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഒരുപക്ഷെ ഇത് എൻ്റെ ശരിയായിരിക്കാം, നിങ്ങൾ കേട്ട ആ പഴയ കഥകളൊക്കെ ശരിയാണ്, എന്നാൽ അതേസമയം അത് തെറ്റുമാണ്. എന്നാൽ നിങ്ങൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ശരിയാണ്, എന്നാൽ അതേസമയം തെറ്റുമാണ്. കൃത്യമായിട്ട് MT വാസുദേവൻ നായർ എന്ന് പറയുന്ന എഴുത്തുകാരൻ തന്നെ ഞാൻ പറയുന്ന കഥ പരിപൂർണമായിട്ട് ശരിയാണെന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ല. ഒരു ഇന്റർപ്രിട്ടേഷൻ, ആ പഴയ കഥയെ ഒരു പുത്തൻ രീതിയിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ മാത്രമായിരുന്നു അന്ന് അദ്ദേഹം ചെയ്തു വെക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോഴും നമുക്ക് അതൊരു വലിയ അത്ഭുതമായി നിൽക്കുന്നുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു സമയത്ത് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു
സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയിലുള്ള അന്ന് അത് നിർമ്മിക്കുമ്പോൾ ഉണ്ടായിരുന്ന പല ആളുകൾ നമ്മുടെ ഒപ്പം ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഒരുപാട് ലെജൻഡുകൾ ഒരുമിച്ച് ചേർന്ന ഒരു സിനിമ കൂടിയാണ്. ഡയറക്ടറായിട്ട് ഹരിഹരൻ, MT വാസുദേവൻ നായർ, അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഒപ്പം ഇല്ല. അത് ആ സിനിമയുടെ നിർമ്മാതാവ് PV ഗംഗാധരൻ, അദ്ദേഹം നമ്മുടെ ഒപ്പം ഇല്ല. മമ്മൂട്ടി ലെജൻഡായിട്ട് നിലനിൽക്കുന്നു. സുരേഷ് ഗോപി, ബാലങ്കൻ നായരില്ല, ക്യാപ്റ്റൻ രാജു ഇല്ല. ഇങ്ങനെ ആ സിനിമയുമായി ബന്ധപ്പെട്ട പലരും ജീവിച്ചിരിക്കുന്നില്ല, പലരും നമ്മോടൊപ്പം ഉണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഈ ഒരു സമയത്താണ് ഈ സിനിമ ഒരു 4K ക്വാളിറ്റിയിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഞാൻ ഇതിന് ശേഷം ആ സിനിമ രംഗങ്ങളെല്ലാം ഞാനൊന്നെടുത്ത് ചുമ്മാ യൂട്യൂബിൽ കണ്ടു നോക്കി. പലതും ബ്ലറാണ്. ആ ബ്ലറിങ് ആയിട്ടുള്ള അത്തരം ഒരു വ്യക്തമല്ലാത്ത ശബ്ദവും മറ്റൊക്കെയുള്ള ആ ഒരു സിനിമയെ ഒരു 4K ക്വാളിറ്റിയിൽ വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതൊരു ലെജൻഡ് ആയിട്ടുള്ള ഒരു സിനിമ കാണാൻ പോവുക എന്നതിനേക്കാൾ അപ്പുറത്ത് ലെജൻഡുകളായിട്ടുള്ള ഒരുപാട് ആളുകൾ വർക്ക് ചെയ്ത നമ്മുടെ മലയാള സിനിമയിലെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിച്ച ഒരു സിനിമ, മമ്മൂട്ടിയുടെ ജീവിതത്തെയും മാറ്റിമറിച്ച ഒരു സിനിമ കാണാൻ പോകുന്നു എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട്, കാണുക, ആസ്വദിക്കുക, അത്രമാത്രം.